ഒരു മില്യനർക്ക് 7 ഇൻകം സ്ട്രീമെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റും ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. അതായത് ആരുടെ കൈവശമാണോ ക്യാപിറ്റൽ അവൈലബിൾ ആയിട്ടുള്ളത് അവർക്ക് അവരുടെ കൈവശമുള്ള മണി മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാണ്. അതായത് നമുക്ക് നമ്മുടെ വെൽത്ത് ഗ്രോ ചെയ്യാനായിട്ട് മണി മാനേജ്മെൻറ്റ് സ്കിൽസ് മാത്രം ഉണ്ടായാൽ പോരാ, ആവശ്യത്തിന് ക്യാപിറ്റലും അത്യാവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 7 ഇൻകം സ്ട്രീംസ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഇൻകം സ്ട്രീംസിൽ ഏതെല്ലാമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെല്ലാം ഇൻകം സ്ട്രീംസ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക എന്നും. നമ്പർ 1, ഏൺഡ് ഇൻകം. ഈ ഒരു ഇൻകം സ്ട്രീമിൽ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കും നമുക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഏൺ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്നായിരിക്കും. ഇതായിരിക്കും നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സ്. സീറോയിൽ നിന്ന് നമ്മൾ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ആസ് എ ബിഗിനർ നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ടാണ്. ഭൂരിഭാഗം ജോലിയിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ അതേസമയം എക്സെപ്ഷണലി പേ ചെയ്യുന്ന ജോബ്സും അവൈലബിൾ ആയിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും അത് ഒരേ സമയം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അത് വളരെയധികം ലിമിറ്റഡ് ആണ്. എന്നാൽ അതേസമയം ഒരു ജോലിയിൽ നിന്നും നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കാവുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു പാർട്ടിക്കുലർ ജോലി നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും. അന്നേരം നമുക്കൊരു എമർജൻസി ഫണ്ട് അവൈലബിൾ അല്ലാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ അവിടെ കുറച്ചൊന്ന് കുടുങ്ങിപ്പോവും. ഈ ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുക ഏൺഡ് ഇൻകത്തിൽ മാത്രമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നാൽ ഇവിടെ നമ്മൾ ഏൺ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സമയമാണ്. ഒരൊറ്റ ഇൻകം സ്ട്രീമിന് വേണ്ടി മാത്രം നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഏണിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ആർക്കാണ് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാമെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ യൂസ് ചെയ്തുകൊണ്ട് ആർക്കാണോ കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക, ആർക്കാണോ ഒരുപാട് പാസീവ് ഇൻകം സോഴ്സസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അവർക്കായിരിക്കും കൂടുതൽ ഏൺ ചെയ്യാനും സാധിക്കുക. ആസ് എ ബിഗിനർ നമുക്ക് ഏൺഡ് ഇൻകത്തിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പൈസ സേവ് ചെയ്യാനും സാധിക്കും. അന്നേരം ഒരു ജോലിയിൽ നിന്ന് ബിയോണ്ട് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ ചെറുതായിട്ട് റിസ്ക് എടുത്തുകൊണ്ട് അടുത്ത ഇൻകം സ്ട്രീമിലേക്ക് കിടക്കുന്നത്. നമ്പർ 2, പ്രോഫിറ്റ് ഇൻകം. നമുക്ക് എത്രത്തോളം കോസ്റ്റ് ചെയ്യുന്നോ അതിനേക്കാൾ വലിയൊരു എമൗണ്ടിൽ നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യുകയാണ്. ഇതാണ് പ്രോഫിറ്റ് ഇൻകത്തിലെ ബേസിസ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഒരാൾ ഒരു റീറ്റെയിൽ സ്റ്റോർ തുടങ്ങിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ സമയത്തിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സർവീസ് കൊടുക്കുകയാണ്. ഇവയെല്ലാം തന്നെ പ്രോഫിറ്റ് ഇൻകത്തിൽ പെടും. ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറാണ്. അവിടെ മൊബൈൽ ഫോൺസും സെല്ല് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺസ് റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് മൊബൈൽ ഫോൺസും, അതുപോലെ തന്നെ നൽകുന്ന റിപ്പയറിംഗ് വർക്കാണ് അവരുടെ സർവീസും. ഇത് പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും കോമ്പിനേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. എങ്കിൽ പോലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ പ്രോഡക്റ്റും സർവീസും മാത്രമല്ല പ്രോഫിറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള വഴികളായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈവൻറ്റ്സ്, എക്സ്പീരിയൻസസ്, പേഴ്സൺസ്, പ്ലേസസ്, പ്രോപ്പർട്ടീസ്, ഓർഗനൈസേഷൻസ്, ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, ഇവയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി ഏൺഡ് ഇൻകത്തിൽ നിന്നും പ്രോഫിറ്റ് ഇൻകത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പായിരിക്കും. കാരണം നമ്മളിവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻകം സോഴ്സിൽ നിന്നും ഒരു റിസ്കിയർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. എങ്കിൽ പോലും ഈ ഒരു ട്രാൻസിഷൻ ഒരുപാട് എംപ്ലോയീസിൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത് പാസീവ് ഇൻകം സ്ട്രീമിലൂടെ ആയിരിക്കും. അതായത് ആക്റ്റീവ്ലി നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, എങ്കിലും ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം ആയിരിക്കും നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ പോലും ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താനായിട്ട് പാടില്ല. അതായത് പാസീവ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ജോലി ചെയ്യേണ്ടി വരുന്നില്ല എന്നല്ല, നമ്മുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമില്ല എന്ന് മാത്രമേ അവിടെ അർത്ഥമാക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള നമ്മുടെ ജോലിയും ചെയ്യുന്നത് ആ ഒരു വർക്കിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കും. സമയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജോലി കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുക പാസീവ് ഇൻകം സ്ട്രീംസിൽ. ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാണ്. അന്നേരം അതിന് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനും പ്രോഡക്റ്റ്സ് അപ്ലോഡ് ചെയ്യാനും അതിനെ മാർക്കറ്റിങ്ങിനും എല്ലാമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കും അയാൾക്ക് കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടായിരിക്കുക. അതിനുശേഷം അയാൾക്ക് വരുന്ന ജോലി എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും. അതായത് സമയത്തിനനുസരിച്ച് അയാളുടെ പ്രോഫിറ്റ്സ് കൂടിക്കൊണ്ടുവരും, അയാളുടെ വർക്ക് കുറഞ്ഞുകൊണ്ടുവരും. ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് തന്നെ ഒരുപാട് ബിസിനസ്സസ് അവരുടെ ഇൻകം സ്ട്രീംസ് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആ ഒരു പാർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്നും അവർ ഏൺ ചെയ്ത പ്രോഫിറ്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് അവർ മറ്റുള്ള സെക്ടേഴ്സിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വെൽത്ത് ജനറേഷന് വേണ്ടി. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് റിച്ചർഡ് ബ്രാൻസൻ്റെ വെർജിൻ ഗ്രൂപ്പ്. വെർജിൻ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ഏവിയേഷൻ, ഹോളിഡേയ്സ്, മൊബൈൽ ടെലിഫോണി, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിലേക്കാണ്. ഒരു പ്രോഫിറ്റ് ഇൻകത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് പൈസ ഇറക്കേണ്ടതായിട്ട് വരും.
എത്രത്തോളം കുറവ് സമയം കൊണ്ടാണോ നമ്മൾ ഇറക്കിയ പൈസ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ച് ഈ ഒരു ടൈം സ്പാൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ആമസോണിന് പ്രോഫിറ്റബിൾ ആവാനായിട്ട്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ബ്രേക്ക് ഈവൻ റീച്ച് ചെയ്യാനായിട്ട് 9 വർഷം എടുത്തു ആമസോണിന്. വലിയ ബിസിനസ് അച്ചീവ്മെൻറ്റ്സ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. പ്രോഫിറ്റ് ഇൻകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ആ ഒരു ബിസിനസ്. എന്ന് വെച്ചാൽ ഇവിടെ വാല്യൂവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്പർ 3, ഇൻട്രസ്റ്റ് ഇൻകം. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പൈസ മറ്റൊരാൾക്ക് നൽകുകയാണ്. നമ്മൾ നമ്മുടെ പൈസ ആർക്കാണ് നൽകിയത് എന്നുള്ള ബേസിസിലായിരിക്കും നമ്മുടെ റിവാർഡും നിശ്ചയിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ അവിടെ റിസ്ക് കുറവാണ്, എന്നാൽ അതിനോടൊപ്പം തന്നെ റിവാർഡും വളരെയധികം കുറവാണ്. സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലോങ് ടൈമിൽ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക. എന്നാൽ അതേസമയം നമ്മൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയാണ്. ഇവിടെ റിസ്ക് വളരെയധികം കൂടുതലാണ്. എങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ നമ്മുടെ റിവാർഡും അതിനോടൊപ്പം തന്നെ കൂടുതലായിരിക്കും. കുറെ കൂടി സേഫർ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിരിക്കും ഗവൺമെൻറ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ പൈസ നൽകുകയാണ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് ലോണായിട്ട്. ഇൻ റിട്ടേൺ സേഫറായിട്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ നല്ല റിട്ടേൺസ് നൽകാനായിട്ട് സാധിക്കും ഗവൺമെൻറ് ബോൺസിനും ഡിബെഞ്ചേഴ്സിനും. എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ബാങ്കിൽ നിന്നുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്തുകൊണ്ടാണ് കുറയുന്നത്? പാൻഡമിക് ഉണ്ടായ സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് എല്ലാം തന്നെ വളരെയധികം കുറഞ്ഞു നിൽക്കുന്നതായിട്ട്. അതിനുള്ള കാരണം എന്താ? ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. അതിനോടൊപ്പം തന്നെ അവരുടെ ബൈയിങ് പവർ കുറയും. അങ്ങനെ എക്കണോമി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവർക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ട് പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അന്നേരം ആളുകൾ തീർച്ചയായിട്ടും ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കില്ല. ഇതുപോലുള്ളൊരു സിറ്റുവേഷനിൽ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ബാങ്ക്സ് ഇതുപോലുള്ള പേഴ്സണൽ ലോൺസിൻ്റെയും അതുപോലെ തന്നെ മോർഗേജസിൻ്റെയും എല്ലാം ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. കൂടുതൽ ആളുകൾ ലോൺ എടുക്കാൻ വേണ്ടിയാണ് ബാങ്ക്സ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജിൽ ബാങ്കിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം വളരെയധികം കുറവായിരിക്കും. കാരണം അവർ ലോൺസിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറച്ച് കഴിഞ്ഞു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കാനായിട്ട് ബാങ്ക് നിർബന്ധിതമാവുകയാണ് ചെയ്യുന്നത്. അന്നേരം ബാങ്ക്സിൽ പൈസ ഇട്ടിട്ട് യൂസ് ഇല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കും ആളുകൾ നിൽക്കുന്നുണ്ടാവുക. അന്നേരം ആളുകൾ കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിലേക്ക് കിടക്കും. ബോൺസ്, SIPs, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്സ് എക്സെട്ര ഇതെല്ലാം തന്നെ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഏൺ ചെയ്ത് നൽകാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള സോഴ്സസ് ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ കുറച്ച് റിസ്കിയർ ആവുകയും ചെയ്യും. നമ്പർ 4, ഡിവിഡൻഡ് ഇൻകം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ടാണ് മാറുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ 2 രീതിയിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന്, നമ്മൾ വാങ്ങിച്ചു വെച്ച ഷെയർസിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത്. മറ്റൊന്ന്, നമ്മൾ ഏത് കമ്പനിയുടെ ഷെയർ ആണോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു പാർട്ടിക്കുലർ കമ്പനി പ്രോഫിറ്റബിൾ ആവുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്യും. ഇത് കമ്പനിക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് കമ്പനിയാണ് തീരുമാനിക്കുക ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകണോ വേണ്ടയോ എന്ന്. എന്താണ് ഈ ഡിവിഡൻഡ്? ഫോർ എക്സാമ്പിൾ, റിലയൻസ് എന്ന കമ്പനി ഓരോ ഷെയറിനും 5 രൂപ വെച്ച് ഡിവിഡൻഡ് നൽകാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്നേരം ഒരാളുടെ കയ്യിൽ റിലയൻസിൻ്റെ 1000 ഷെയർസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5000 രൂപയായിരിക്കും. ഈ 5 രൂപയ്ക്ക് പകരം ഒരുപക്ഷെ 3 രൂപയായിരിക്കാം, അതല്ലെങ്കിൽ 7 രൂപയായിരിക്കും. എത്ര രൂപയാണ് നൽകേണ്ടതെന്ന് കമ്പനിയാണ് തീരുമാനിക്കുക. കമ്പനിക്ക് വേണമെങ്കിൽ അവർക്ക് ലഭിച്ച പ്രോഫിറ്റ്സ് എല്ലാം തന്നെ ഫർദർ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം എടുത്ത് അത് ഷെയർ ഹോൾഡേഴ്സിന് നൽകുകയാണ്. വാരൻ ബഫറ്റ് എന്ന വ്യക്തിക്ക് ഓരോ വർഷവും കൊക്കക്കോളയിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 3000 കോടിയാണ്. എല്ലായ്പ്പോഴും ഡിവിഡൻഡ് നൽകുന്നത് പ്രോഫിറ്റിലുള്ള കമ്പനിയായിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനി ലോസിലാണ് നൽകുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു കമ്പനി ഡിവിഡൻഡ് നൽകാനായിട്ട് തയ്യാറാവില്ല. ഓൺലൈൻ റിസർച്ചിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഏതെല്ലാം കമ്പനീസാണ് ഡിവിഡൻഡ് നൽകുന്നതെന്ന്. ഇത് അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. വലിയൊരു എമൗണ്ട് നമുക്ക് ഡിവിഡൻഡിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. ഡിവിഡൻഡ് എല്ലായ്പ്പോഴും നൽകുന്നത് ഇതിനോടകം തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും, മെയിൻലി ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ. അതേസമയം ഏതെങ്കിലും ഒരു കമ്പനി പുതിയതായിരിക്കുന്ന സമയത്ത് അതിന് ലഭിക്കുന്ന പ്രോഫിറ്റ്സ് എല്ലാം തന്നെ ആ ഒരു കമ്പനിയുടെ ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അന്നേരം അതൊരിക്കലും ഈ പ്രോഫിറ്റ്സ് ഒന്നും തന്നെ ഡിവിഡൻഡ് നൽകാനായിട്ട് ഒരിക്കലും തയ്യാറാവില്ല. ഇതിൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ? കമ്പനി അവർക്ക് ലഭിച്ച പ്രോഫിറ്റ്സ് എല്ലാം തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഗ്രോ ചെയ്യും. ആ കമ്പനി ഗ്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷെയർ പ്രൈസും കൂടും. ഇത് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനും വേണ്ടത്. നമ്പർ 5, റെൻ്റൽ ഇൻകം. പേര് പോലെ തന്നെ റെൻറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെയാണ് റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ തീരുമാനിക്കുകയാണ് കടമുറികൾ ഉണ്ടാക്കാനായിട്ട്.
ഒരു ബിൽഡിങ്ങിൽ തന്നെ 3-4 കടമുറികൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ റൂംസും ബിസിനസ് ഓണേഴ്സിന് റെന്റിന് കൊടുക്കുകയാണ്. അവർ പിന്നീട് ഈ റൂംസിൽ ബിസിനസ് നടത്തും. അതിൻ്റെ റെന്റ് ഇയാൾക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ മുകളിലോട്ട് കൂടുതൽ മുറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ റൂംസ് എല്ലാം തന്നെ റെന്റിന് കൊടുത്തുകൊണ്ട് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം സ്ട്രാറ്റജിയാണ്. എന്നാൽ ഇതിന് 2 ഡൗൺ സൈഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യാനായിട്ട് ഇനീഷ്യൽ ക്യാപിറ്റൽ ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇറക്കിയ പൈസ തിരിച്ച് ലഭിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചാൽ റെൻ്റൽ ഇൻകം എന്നുള്ള ഏരിയ ഒരിക്കലും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. ഒരു ക്വിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറി നിൽക്കുക. എന്നാൽ ലോങ് ടൈമിൽ ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിരിക്കും. നമ്പർ 6 ക്യാപിറ്റൽ ഗെയിൻസ് ഇൻകം. ഇതൊരു വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ വില കൂടാനായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിടുക, അതല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചിടുക. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ലൊക്കാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ വിലയും കൂടും. എന്നാൽ ഇതിന് കുറച്ച് സമയമെടുക്കും. ഈ ഒരു സമയത്ത് നമ്മൾ യൂസ്ഫുൾ ആക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു വീടാണ് വാങ്ങിച്ചിട്ടത്. എന്നാൽ ഈ ഒരു കാലയളവിൽ വീടിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റിനും മറ്റുമായിട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഒരുപാട് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം അവിടെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? ആ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, നമ്മൾ വിൽക്കുന്ന ഒരു പോയിന്റ് എത്തുന്നത് വരെ. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നോക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വെയിറ്റിംഗ് പീരീഡിൽ നമ്മുടെ അസറ്റ് ഏത് തന്നെയാണെങ്കിലും ആ ഒരു അസറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ ആ ഒരു അസറ്റ് നമ്മുടെ ലയബിലിറ്റി ആയിട്ട് മാറും. ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. നമ്മൾ ഗെയിൻ ചെയ്ത ക്യാപിറ്റൽ എല്ലാം തന്നെ ടാക്സ് വഴി വൈപ്പ് ഔട്ട് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ 7 റോയൽറ്റി ഇൻകം. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു പ്രോഡക്റ്റ് അതൊരു പക്ഷേ ഫിസിക്കലായിരിക്കാം, അതല്ലെങ്കിൽ ഡിജിറ്റലായിരിക്കാം. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാനായിട്ട് നൽകുകയാണ്. അതിൽ നിന്നും നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് റോയൽറ്റി ഇൻകം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരു മ്യൂസീഷ്യൻ ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു മ്യൂസിക് ഏതെങ്കിലും ഒരു മൂവിയിൽ യൂസ് ചെയ്യാനായിട്ട് നൽകുകയാണ്. ആ മ്യൂസിക് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അന്നേരം ആ ഒരു മ്യൂസിക് മൂവിയിൽ യൂസ് ചെയ്യാനായിട്ട് അയാൾക്കൊരു എമൗണ്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഇമേജസും വീഡിയോസും ബുക്സും എല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഇവയെല്ലാം തന്നെ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും നമ്മുടെ ഇൻകം സ്ട്രീംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം ഇൻകം സ്ട്രീംസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഈ 7 ഇൻകം സ്ട്രീംസും ഒരാൾക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പല ഏരിയാസിലും ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. എങ്കിലും പതുക്കെയാണെങ്കിലും നമുക്ക് പല ഏരിയാസും ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.